ഈ ഡെങ്കി ആക്ഷൻ പ്ലാന് വരുന്ന 4 മുതൽ 6 ആഴ്ചകൾ വരെ കൃത്യമായ രീതിയിൽ എല്ലാ വാർഡിലും നടപ്പിലാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഡെങ്കി പ്രതിരോധം ശക്തിപ്പെടുത്താനും ഡെങ്കി മൂലമുള്ള മരണങ്ങൾ തടയാനും സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഓരോ വാർഡ് തലത്തിൽ തന്നെയുള്ള ജാഗ്രതാ സമിതികൾ കൂടുകയും ഈ ജാഗ്രതാ സമിതികൾ വഴി ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള വോളണ്ടിയേഴ്സിനെ സജ്ജരാക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം ആരോഗ്യ പ്രവർത്തകർ മുഖാന്തരം നടത്തുകയും വീടാന്തരം എവിടെ കൊതുകിൻ്റെ കൂത്താടികൾ എവിടെയാണ് ഉള്ളതെന്ന് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാനും സജ്ജമാക്കുകയാണ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വാർഡ് തലത്തിൽ ഒരു വാർഡിലുള്ള എല്ലാ വീടുകളും ആദ്യത്തെ ഒരാഴ്ചകളിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത, അതായത് കേസുകളുടെ സാന്ദ്രത കൂടുതലായിട്ടുള്ള ഏകദേശം 8 മുതൽ 10 വാർഡുകൾ വരെ ഉണ്ട്. ഈ വാർഡുകൾ ആദ്യത്തെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ കവർ ചെയ്ത് മുനിസിപ്പാലിറ്റിയിലെ മറ്റെല്ലാ വാർഡുകളിലേക്കും ഈ പ്രവർത്തനം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കൊതുകിൻ്റെ കൂത്താടികളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അഡൾട്ട് മസ്കിറ്റോസ് വീടിൻ്റെ ഉൾവശത്തും അതുപോലെ പരിസരങ്ങളിലും ഉണ്ടാകും. ഇതിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടുള്ള സ്പ്രേയിങ് ആക്ടിവിറ്റീസും ഫോഗിങ് ആക്ടിവിറ്റീസും കൂടെ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത് നടപ്പിലാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തന്നെ എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും, റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി സംഘടനകളിലെ പ്രതിനിധികൾ, ഓരോ കടയുടെ ഉടമസ്ഥൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻകാർ, എല്ലാവരുടെയും ഒരു സഹകരണമാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുനിസിപ്പൽ ആരോഗ്യ വിഭാഗവും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വന്നെങ്കിലും കുറച്ചും കൂടെ ശക്തിപ്പെടുത്തണം വേണ്ടിയിട്ട് ഇവരുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ആരോഗ്യ സന്ദേശങ്ങൾ പല മീഡിയ വഴി, സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും ആരോഗ്യവകുപ്പ് കാലാനുസൃതമായി നടത്തി വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ശീലവൽക്കരണത്തിലേക്ക് മാറ്റുക എന്നുള്ളത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബോധവൽക്കരണം എന്നുള്ളത് മാറി ശീലവൽക്കരണത്തിലേക്ക് നീങ്ങാനായിട്ട് നമ്മളുടെ ജനങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അതിനോടൊപ്പം തന്നെ നമുക്ക് കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊതുകിൻ്റെ കൂത്താടികൾ വളരുന്നതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സെക്ഷൻ 53 പ്രകാരം 10,000 രൂപ വരെ ഫൈൻ വീഴാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണെന്നും കൂടെ എല്ലാവരും ഓർമ്മപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് കൂടെ വിതരണം ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും വീടും പരിസരവും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എല്ലാ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ പൊതുജനാരോഗ്യ നിയമം 2023 സെക്ഷൻ 53. മൂന്നാമതൊരു കാര്യം, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ആരോഗ്യ സന്ദേശത്തിൻ്റെ വലിയൊരു വാഹകരായിട്ടാണ് നമ്മൾ കാണുന്നത്. കുട്ടികളിലൂടെ ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികളുടെ പ്രതിരോധം സന്ദേശങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അധ്യാപകരിലൂടെ, സ്കൂളിൻ്റെ പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, അധ്യാപകരിലൂടെ നടപ്പാക്കുക എന്നുള്ളത് കൂടെ ഈ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമാണ്. സ്കൂള്, കോളേജുകളിലെ NSS, NCC, മറ്റ് ഹെൽത്ത് ക്ലബ്ബുകൾ, മറ്റ് ക്ലബ്ബുകളിലെ മെമ്പേഴ്സിനെ ഉപയോഗിച്ച് ആരോഗ്യ ബോധവൽക്കരണത്തിലൂടെ ആരോഗ്യശീലവൽക്കരണത്തിലേക്ക് നീങ്ങുക എന്നുള്ള വലിയ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്തത്. ഇവിടെ വന്നിരുന്ന എല്ലാവരുടെയും സജഷൻസും റെക്കമെൻഡേഷൻസും ഉൾക്കൊണ്ട് ഈ ഒരു ആക്ഷൻ പ്ലാൻ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ മോണിറ്ററിങ്ങിനായിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതത് കൗൺസിലർമാർക്കും ചെയർപേഴ്സണും ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ അവരുടെ ഏരിയയിലുള്ള പ്രവർത്തനത്തെ അവലോകനം ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.